ഒരാഴ്ച കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കുന്നവരിൽ മുസ്ലിങ്ങളും, വെളിപ്പെടുത്തലുമായി കർദിനാൾ. ബാഗ്ദാദിലെ കൽദായ പാത്രിയാർക്കീസ് കർദിനാൾ ലൂയിസ് റാഫേൽ സാക്കോ ആണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ടെന്നറിയാൻ നിരവധി മുസ്ലിങ്ങൾ എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 2021 മാർച്ചിൽ പരിശുദ്ധ പിതാവ് ഇവിടേക്ക് നടത്തിയ യാത്രയുടെ ഓർമ്മകൾ അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെന്നും കർദിനാൾ സാക്കോ വ്യക്തമാക്കി. ആക്രമണങ്ങളോ ബോംബുകളോ യുദ്ധത്തിൽ മരണങ്ങളോ ഇല്ലാതെ പർദീസയിലാണെന്ന് ഞങ്ങൾക്ക് തോന്നിയ 3 ദിവസങ്ങളായിരുന്നു അതെന്ന് കർദിനാൾ സാക്കോ വ്യക്തമാക്കി. മാർപ്പാപ്പയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ടെന്നറിയാൻ നിരവധി മുസ്ലിങ്ങൾ എല്ലാ ദിവസവും തന്നെ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധമതക്കാരും പരിശുദ്ധ പിതാവ് വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം പാപ്പയുടെ തുർക്കി സന്ദർശനത്തെ സംബന്ധിക്കുന്ന അഭ്യൂഹങ്ങൾ നിരസിച്ച് വത്തിക്കാൻ രംഗത്ത് വന്നു. മെയ് മാസത്തിൽ നിഖ്യ കൗൺസിലിന്റെ 1700-ാം വാർഷികത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ തുർക്കി സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതായി എക്കുമെനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമൻ പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിഷയത്തിൽ വത്തിക്കാൻ പ്രതികരണം നടത്തിയിരിക്കുന്നത്. സന്ദർശനം പരിഗണനയിലുണ്ടെങ്കിലും അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. റോമൻ കൂരിയയ്ക്ക് വേണ്ടിയുള്ള ധ്യാനത്തിൽ പാപ്പ ഓൺലൈനായി സംബന്ധിക്കുന്നുണ്ട്. ധ്യാന ദിവസങ്ങളായതിനാൽ പാപ്പ മറ്റു ജോലികളൊന്നും ചെയ്യുന്നില്ല എന്നും വത്തിക്കാൻ അറിയിച്ചു. ജന്മനാട്ടിൽ വെള്ളപ്പൊക്കം, അനുശോചനം അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ. അർജന്റീനയിലെ ബഹിയ ബ്ലാങ്ക നഗരം ദുരിതത്തിലായ പശ്ചാത്തലത്തിൽ സന്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ. കനത്ത പേമാരിയിൽ നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും 900-ലേറെ പേരെ ഭവനരഹിതരാക്കുകയും ചെയ്തു. 100ഓളം പേരെ കാണാതായിട്ടുണ്ട്. സംഭവത്തിൽ അനുശോചനം അറിയിച്ച് പാപ്പ ബഹിയ ബ്ലാങ്ക അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് കാർലോസ് അൽഫോൻസയ്ക്ക് ടെലഗ്രാം സന്ദേശം അയക്കുകയായിരുന്നു. ബഹിയ ബ്ലാങ്ക പ്രദേശത്ത് നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നാശനഷ്ടങ്ങൾ വിതയ്ക്കുകയും ചെയ്ത പ്രകൃതി ദുരന്തത്തിൽ താൻ ദുഃഖിതനാണെന്നും മരിച്ചവരുടെ നിത്യശാന്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നുവെന്നും ദുരിതമനുഭവിക്കുന്ന എല്ലാവരുടെ ചാരെ താനുണ്ടെന്നും പാപ്പ അറിയിച്ചു. വേദനയിലും അനിശ്ചിതത്വത്തിലും കഴിയുന്നവർക്ക് സമാശ്വാസം ലഭിക്കുന്നതിനായി പ്രാർത്ഥിച്ച പാപ്പ പ്രളയബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി യത്നിക്കുന്നവർക്ക് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നാണ് പാപ്പ സന്ദേശം അയച്ചത്. അതേസമയം മാർപ്പാപ്പയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 14-നാണ് പാപ്പയെ ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പത്രോസിന്റെ പിൻഗാമിയായി അധികാരമേറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് ഫ്രാൻസിസ് പാപ്പ ഇത്രയും അധികം ദിവസം ആശുപത്രിയിൽ തുടരുന്നത്. ജീവനെ തള്ളിക്കളഞ്ഞ് നീതിയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാവില്ല എന്ന് ഫ്രാൻസിസ് പാപ്പ. മൂവ്മെന്റ് ഫോർ ലൈഫ് സംഘടനയിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് തന്റെ ആശുപത്രി മുറിയിൽ നിന്ന് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ദിവ്യബലിയിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിൻ പാപ്പയുടെ സന്ദേശം വായിച്ചു. ഗർഭസ്ഥ ശിശുക്കളെയും സ്വയം പര്യാപ്തരല്ലാത്ത വൃദ്ധരെയും സുഖപ്പെടുത്താനാവാത്ത രോഗികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനാകില്ലെന്ന് പാപ്പ സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. അരനൂറ്റാണ്ടിനിടയിൽ പ്രത്യയശാസ്ത്രപരമായ ചില മുൻവിധികൾ കുറയുകയും സൃഷ്ടിയുടെ പരിപാലനത്തെക്കുറിച്ചുള്ള അവബോധം യുവസമൂഹത്തിനിടയിൽ വളരുകയും ചെയ്തിട്ടുണ്ടെങ്കിലും
നിർഭാഗ്യവശാൽ വലിച്ചെറിയൽ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നു. സ്വന്തം കുഞ്ഞിന് ജന്മം നൽകാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുക എന്നത് പൗരസമൂഹത്തിന്റെ നവീകരണത്തിന്റെ തത്വമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇറ്റലിയുടെ പല ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അഭിസംബോധന ചെയ്യുകയാണെന്നും പാപ്പ പറഞ്ഞു. മനുഷ്യജീവന് വേണ്ടി, പ്രത്യേകിച്ച് ബലഹീനാവസ്ഥയിലായിരിക്കുന്ന ജീവന് വേണ്ടി പ്രായഭേദമന്യേ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യകത ഇന്നത്തെക്കാളുപരി ഇന്നുണ്ട്. കാരണം ജീവൻ ദൈവിക ദാനമാണ്. മഹത്തായൊരു നിയോഗത്തിനായാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ സന്ദേശത്തിൽ കുറിച്ചു. 1975 ഫ്ലോറൻസിൽ തുടക്കം കുറിച്ച മൂവ്മെന്റ് ഫോർ ലൈഫ് സംഘടന 50-ാം വാർഷികത്തിന്റെ നിറവിലാണ്. ഇതിന്റെ ഭാഗമായാണ് സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി പ്രത്യേക അനുസ്മരണവും ബലിയർപ്പണവും വത്തിക്കാനിൽ നടന്നത്. ക്രിസ്തുവിന്റെ ജന്മസ്ഥലത്ത് നിന്ന് പാപ്പയ്ക്കായി ഒരു കത്ത്. ഫ്രാൻസിസ് പാപ്പയോടുള്ള തങ്ങളുടെ ഐക്യവും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട് ബെത്ലഹേം സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് കത്തയച്ചത്. നീതിക്കും അന്തസ്സിനും സമാധാനത്തിനും വേണ്ടി അചഞ്ചലമായി നിലകൊണ്ട ഫ്രാൻസിസ് പാപ്പയുടെ ധീരതയെ പ്രത്യേകം അനുസ്മരിച്ചും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ സമയത്ത് പാപ്പായുടെ മേൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നതിനായി ക്രിസ്തുവിന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ നിന്ന് തങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന വാക്കുകളോടെയാണ് വിദ്യാർത്ഥികളുടെ കത്ത്. ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കരുതെന്ന പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ അനുസ്മരിച്ച വിദ്യാർത്ഥികൾ ഈ അവസ്ഥയിൽ ഫ്രാൻസിസ് പാപ്പ ഒറ്റയ്ക്കല്ല, മറിച്ച് തങ്ങളെല്ലാവരും കൂടെയുണ്ടെന്ന് ഉറപ്പും വിദ്യാർത്ഥികൾ കത്തിൽ അടിവരയിട്ട് പറഞ്ഞു. ഒരുമയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനങ്ങൾ എപ്പോഴും നല്ല മനസ്സോടെ സ്വീകരിക്കുന്നവരാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെന്ന് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ഹെർനാൻ സാന്തോസ് ഗോൺസാലസ് അനുസ്മരിച്ചു. കത്തോലിക്ക സ്ഥാപനമായ ബെത്ലഹേം സർവകലാശാല മതാന്തര സംവാദത്തിന്റെയും അക്കാദമിക മികവിന്റെയും ഇടമായി കൂടിയാണ് അറിയപ്പെടുന്നത്. അതിനിടെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച റോമൻ കൂരിയയുടെ നോമ്പുകാല ധ്യാനത്തിൽ ആശുപത്രിയിൽ നിന്ന് ഓൺലൈനായാണ് ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കുന്നത്. വത്തിക്കാനിലെ പോളാറമൻ ശാലയിൽ ഉച്ചകഴിഞ്ഞ് ആരംഭിച്ച റോമൻ കൂരിയയ്ക്കുള്ള നോമ്പുകാല ധ്യാനത്തിൽ പൊന്തിഫിക്കൽ ഭവനത്തിന്റെ ഔദ്യോഗിക പ്രഭാഷകൻ ഫാദർ റോബർട്ടോ പസോളിനി സന്ദേശം നൽകി. റോമൻ കൂരിയയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള ധ്യാനമാണ് നടക്കുന്നത്. ധ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ മിക്ക വത്തിക്കാൻ ഓഫീസുകളും കുറഞ്ഞ സമയക്രമത്തിലാണ് പ്രവർത്തിക്കുകയെന്ന് വത്തിക്കാൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ, മോൺസിഞ്ഞോർ എഡ്ഗാർ പെന എന്നിവരുമായി പാപ്പ റോമിലെ ജമല്ലി ആശുപത്രിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആശുപത്രിയിൽ തന്നെ ശുശ്രൂഷിക്കുന്നവർക്കൊപ്പം പാപ്പ ഞായറാഴ്ച വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു. സന്നദ്ധ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിചരണം ആവശ്യമുള്ളവരോട് സന്നദ്ധ പ്രവർത്തകർ കാണിക്കുന്ന അടുപ്പത്തിനും ആർദ്രതയ്ക്കുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി പറഞ്ഞത്. വത്തിക്കാനിൽ നടന്ന സന്നദ്ധ പ്രവർത്തകരുടെ ജൂബിലി ആഘോഷത്തിന്റെ സമാപന ദിവ്യബലി സന്ദേശത്തിലാണ് മാർപ്പാപ്പ നന്ദി അറിയിച്ചത്. വത്തിക്കാനിൽ നടന്ന സന്നദ്ധ പ്രവർത്തകരുടെ ആഗോള ജൂബിലി ആഘോഷത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ഏകദേശം 25,000 അംഗങ്ങൾ പങ്കെടുത്തു. തെരുവുകളിലും വീടുകളിലും കഴിയുന്ന രോഗികളോടും ദുരിതമനുഭവിക്കുന്നവരോടും തടവിലാക്കപ്പെട്ടവരോടും യുവാക്കളോടും പ്രായമായവരോടും നിങ്ങൾ പുലർത്തുന്ന ഔദാര്യവും പ്രതിബദ്ധതയും നമ്മുടെ മുഴുവൻ സമൂഹത്തിനും പ്രതീക്ഷ നൽകുന്നെന്നും പാപ്പ തയ്യാറാക്കിയ പ്രസംഗത്തിൽ പങ്കുവച്ചു. മാർപ്പാപ്പ രോഗബാധിതനായി ആശുപത്രിയിൽ തുടരുന്നതിനാൽ വത്തിക്കാന്റെ സമഗ്ര മനുഷ്യവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്റ്റായ കർദിനാൾ മൈക്കൽ സെർണിയാണ് സന്നദ്ധ സേവകർക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷത്തിലെ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചത്. യേശുക്രിസ്തുവിലും അവിടുത്തെ സ്നേഹത്തിലും വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളും വീഴ്ചകളും പരാജയത്തിൽ അവസാനിക്കുന്നില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി.
നമ്മുടെ പരീക്ഷണങ്ങൾ പരാജയത്തിൽ അവസാനിക്കുന്നില്ല. കാരണം നാം തിന്മയിൽ നിന്ന് ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ മുന്നിൽ വിമോചനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും പുതിയ പാത തുറക്കുന്നു. മാർപ്പാപ്പ പ്രസംഗത്തിൽ പങ്കുവച്ചു. സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ലോകം മുഴുവനുമുള്ള സഹോദരങ്ങൾക്ക് ജൂബിലി ആശംസകൾ നേർന്നുകൊണ്ടും യേശുവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തെ അനുസ്മരിക്കുന്ന വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ വിശുദ്ധവാരത്തിലേക്കും ഈസ്റ്ററിലേക്കും വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ടും അവരെ പിന്തുണയ്ക്കാൻ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ചുകൊണ്ടുമാണ് മാർപ്പാപ്പ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിലേക്ക് പുതിയ അംഗങ്ങളെ നിയമിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയിലെ ശാസ്ത്രജ്ഞൻ, ചൈനീസ് ജീവശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ 5 പേരെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചത്. ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ അഗാധമായ പഠനം നടത്തുന്ന വത്തിക്കാനിലെ വിഭാഗമാണ് പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസസ്. നാസ ജിയോ ഫിസിസിസ്റ്റ്, ഹാർവാർഡ് ജനിതകശാസ്ത്ര പ്രൊഫസർ, ചൈനീസ് എംബ്രിയോണിക് വികസന ഗവേഷകൻ എന്നീ ഉയർന്ന പദവിയിലുള്ളവരെയാണ് നിയമിച്ചിരിക്കുന്നത്. പുതിയതായി നിയമിക്കപ്പെട്ടവരിൽ നിരവധി നാസ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ ഗൃഹശാസ്ത്രജ്ഞയായ മരിയ സുബർ, ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ജനിതകശാസ്ത്ര പ്രൊഫസർ ഒലിവിയർ പൗർക്കി, ഭ്രൂണ ഗവേഷണത്തിൽ വൈദഗ്ധ്യം നേടിയ ചൈനീസ് ജീവശാസ്ത്രജ്ഞയായ മെങ് ആൻമിങ്, ചിലിയൻ തന്മാത്ര ജനിതകശാസ്ത്രജ്ഞൻ ലൂയിസ് ഫെർണാണ്ടോ ലാറോണ്ടോ കാസ്ട്രോ, മെക്സിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞ സെസിലിയ ടോർട്ടോജാഡയും എന്നിവരും ഉൾപ്പെടുന്നു. 1936 പയസ് 11 മാർപ്പാപ്പയാണ് പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചത്. അതിനിടെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് 12 വർഷം പൂർത്തിയായി. 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ പത്രൂസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ശാരീരികാവശതകൾ മൂലം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്നാണ് കോൺക്ലേവ് നടന്നത്. 1936 ഡിസംബർ മാസം 17 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിലാണ് ജോർജ് മരിയോ ബെർഗോളിയോ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് മാരിയോ ഹോസെ റെയിൽവേയിൽ അക്കൗണ്ടന്റും മാതാവ് റിജീന സിവോരി വീട്ടമ്മയുമായിരുന്നു. ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാതാപിതാക്കൾ. 4 സഹോദരങ്ങളും മാതാപിതാക്കളും അടങ്ങുന്ന വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. രസതന്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ജോർജ് മരിയോ 1958 മാർച്ച് 11 ജെസ്യൂട്ട് സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാകുവാനുള്ള തന്റെ പഠനം ആരംഭിച്ചു. ചിലിയിൽ നിന്നും മാനവിക വിഷയങ്ങളിലുള്ള പഠനം പൂർത്തീകരിച്ച് 1963 അർജന്റീനയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം സാൻ മിഗ്വേലിലെ സാൻ ജോസ് കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ബിരുദ പഠനവും പൂർത്തിയാക്കി. അടുത്ത 2 വർഷങ്ങൾ സാഹിത്യ പഠനത്തിനായി അദ്ദേഹം സമയം ചെലവഴിച്ചു. 1969 ഡിസംബർ 13 ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റിലാനോയുടെ കരങ്ങളിൽ നിന്നുമാണ് ജോർജ് മരിയോ ബെർഗോളിയോ തിരുപ്പട്ടം സ്വീകരിച്ചത്. വൈദികനായ ശേഷവും തന്റെ പഠനം തുടർന്ന അദ്ദേഹം 1970 പരിശീലനത്തിനും പഠനത്തിനുമായി സ്പെയിനിൽ എത്തിച്ചേർന്നു. 3 വർഷങ്ങൾക്കു ശേഷം അർജന്റീനയിലേക്ക് മടങ്ങിയെത്തിയ ജോർജ് മരിയോ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. നവസെമിനാരി വിദ്യാർത്ഥികളുടെ ചുമതല അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. 1973 ജൂലൈ 31 അർജന്റീനയിലെ ജെസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യാളായി ജോർജ് ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു. മെയ് 27 ബിഷപ്പായി അഭിഷിക്തനായ അദ്ദേഹത്തിന് ബ്യൂണസ് ഐറീസിന്റെ സഹായമെത്രാൻ, ഔക്കാരൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളാണ് ലഭിച്ചത്. 9 മാസങ്ങൾക്ക് ശേഷം തന്റെ മുൻഗാമിയായിരുന്ന കർദിനാൾ അന്റോണിയോ ഘോറാസിനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി തെരഞ്ഞെടുക്കപ്പെട്ടു.
1998 ഫെബ്രുവരി 28 ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ അദ്ദേഹം അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധന സമിതിയുടെ ചുമതലകളും വഹിച്ചു വന്നു. നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ജോർജ് ബെർഗോളി ജീവിച്ചിരുന്നത്. 2001 ഫെബ്രുവരി 21 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് കർദിനാൾ പദവിയിലേക്ക് ജോർജ് ബെർഗോളിയെ ഉയർത്തിയത്. കർദിനാളായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷികളാകുവാൻ വിശ്വാസികൾ റോമിലേക്ക് വരുവാൻ ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയന്റെ നല്ല മാതൃക തന്റെ അജഗണത്തിന് ഉപദേശിച്ചു നൽകി. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.